നമസ്തേ. 2026 വിഷുഫലം. പൂര നക്ഷത്രക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞൊരു വർഷം അവർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളാണ് വിഷു ഫലത്തിലുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു വർഷം നമുക്ക് ഗുണവും ദോഷവും സമ്മിശ്രമായിട്ടാണ് നമുക്ക് വരുന്നത്. ജോലിയൊക്കെ ധാരാളം വരും. ജോലിയിലൂടെ നമുക്ക് സാമ്പത്തികമായിട്ട് പുരോഗതി ഇത്തിരി കുറവുള്ള ഭാവമാണ് ഈ ഒരു വർഷം വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മം നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ സാമ്പത്തിക ഭാവങ്ങളും വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വർഷം കഴിഞ്ഞൊരു വർഷം നമുക്ക് കുറേയധികം ലാഭങ്ങൾ വരുമ്പോൾ നമുക്കൊരു അച്ചടക്കമില്ലാതെ പല കാര്യങ്ങൾക്കും നമുക്ക് നമ്മുടെ പണത്തെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു വർഷം നമ്മൾ ആ പണത്തെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കുക. ഓരോ കാര്യത്തിന് ഉപയോഗിക്കുന്ന പൈസ നമ്മൾ എഴുതി വെച്ചും നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിന് ക്ഷേത്ര ദർശനം നന്നായിട്ട് വേണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടത് തോന്നിപ്പിക്കാനാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. അപ്പോൾ അതിനാണ് ഈശ്വരാധീനം വേണ്ടതും. അപ്പം അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പോവാം. ദേവീ ക്ഷേത്രത്തിൽ 7 ദിവസം അടുപ്പിച്ച് നമുക്ക് വെളുത്ത പൂക്കളോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസമാണെങ്കിൽ ചുമന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക. ഈശ്വരാധീനം എപ്പോഴും വേണ്ട ഒരു സമയമാണ് പൂര നക്ഷത്രക്കാർക്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് നമുക്ക് എന്താണ് ആവശ്യം അത് വേണ്ടപ്പോൾ തോന്നിപ്പിക്കാനാണ് ഈശ്വരാധീനം വരേണ്ടത്. അതിനാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഒരു ബുദ്ധി ഉണ്ടാവണ്ടേ. ആ ബുദ്ധി നമ്മൾക്ക് പെട്ടെന്ന് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഈശ്വരൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമാണ് അത് നമ്മുടെ ആ സമയത്ത് നമുക്ക് തോന്നിക്കുക. അപ്പം അതിനു വേണ്ടി നിങ്ങൾ നന്നായിട്ട് വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോവാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരികയാണെങ്കിൽ ഉടനെ ക്ഷേത്രത്തിൽ പോവാം. നന്നായിട്ട് പ്രാർത്ഥിക്കുക. വീട്ടിലാണെങ്കിലും സഹസ്രനാമം ചൊല്ലുക. അപ്പോൾ ഈ ഒരു വർഷം നന്നായിട്ട് ഈശ്വര ഭജനത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ തടസ്സങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.